നമസ്കാരം. മിഡിൽ ഈസ്റ്റിലെ സംഘർഷം കനക്കുകയാണ്. അമേരിക്കക്ക് കണക്കിനാണ് ഇപ്പോൾ കിട്ടിക്കൊണ്ടിരിക്കുന്നത്. ജോർദാനിൽ ഇവിടെ ഇറാൻ നടത്തിയ മിസൈൽ അറ്റാക്കിൽ 2 അമേരിക്കൻ സൈനികർ കൊല്ലപ്പെടുകയും നിരവധി അമേരിക്കൻ സൈനികർക്ക് പരിക്കേൽക്കുകയും ചെയ്തിട്ടുണ്ട്. ഒരു അമേരിക്കൻ സൈനികനെ IRGC തട്ടിക്കൊണ്ടുപോയി എന്ന വാർത്തയും ഇപ്പോൾ പ്രചരിക്കുന്നു. ഇത് അമേരിക്കയുടെ ഒരു സംശയമാണ്. കാരണം ഒരു അമേരിക്കൻ സൈനികനെ കാണാതായിട്ടുണ്ട്. ഇനി അമേരിക്കയുടെ രഹസ്യങ്ങളൊക്കെ ഈ സൈനികനെ വെച്ച് ഇറാൻ ചോർത്തുമോ എന്ന ഒരു ഭയം ഇപ്പോൾ അമേരിക്കക്കുണ്ട്. എന്തായാലും ഈ മിഡിൽ ഈസ്റ്റിൽ കണ്ട കാര്യം പറയുമ്പോൾ, യുദ്ധവുമായി ബന്ധപ്പെട്ട് ഉള്ള കാര്യം പറയുമ്പോൾ ചില ആളുകൾക്കൊന്നും അത്ര സുഖിക്കാറില്ല. കാരണം ഇറാൻ ഇപ്പോൾ തീരും എന്ന രീതിയിലാണ് അവരുടെയൊക്കെ മറുപടി ഉണ്ടാകാറുള്ളത്. എന്തായാലും അത്തരക്കാരോട് ഒരു കാര്യം ഇവിടെ പറയാനുണ്ട്. അതായത് അമേരിക്ക ഇറാൻ യുദ്ധവുമായി ബന്ധപ്പെട്ട് അമേരിക്ക ഒരു ഭാഗത്ത് നിന്ന് ഇറാനെ ആക്രമിക്കുന്നത് എന്തിന്റെ ഭാഗമായിട്ടാണ് എന്ന് ചോദിച്ചാൽ അത് അവരുടെ ഒരു ഭയത്തിന്റെ പുറത്താണ്. വലിയ ഭയം അവർക്കുണ്ട്, വലിയ ആശങ്ക അവർക്കുണ്ട്. അതായത് ഇറാന്റെ ഭാഗത്ത് നിന്ന് ഇസ്രായേലിനെ ആക്രമിക്കുമോ എന്നുള്ള ഭയം, അമേരിക്കയുടെ പ്രതിരോധ സംവിധാനങ്ങൾ കേടുവരുത്തുമോ അല്ലെങ്കിൽ താറുമാറാക്കുമോ എന്നുള്ള ഭയം, അതുപോലെ തന്നെ മിഡിൽ ഈസ്റ്റിലെ അവരുടെ സൈനിക താവളങ്ങൾക്ക് നേരെ ഇറാന്റെ അറ്റാക്ക് ഉണ്ടാകുമോ എന്നുള്ള ഭയം. ഇതിനപ്പുറം അമേരിക്കയുടെ അടങ്ങാത്ത അത്യാഗ്രഹവും ഈ യുദ്ധത്തിന് കാരണമായിട്ടുണ്ട്. അതായത് ഹോർമൂസ് അടക്കി ഭരിക്കണം അമേരിക്കക്ക്. ഹോർമൂസിന്റെ നിയന്ത്രണം പൂർണ്ണമായും അമേരിക്കയുടെ കൈകളിൽ എത്തിയാൽ ആ പേര് പറഞ്ഞ് പണപ്പിരിവ് നടത്താനാണ് ട്രംപ് ഉദ്ദേശിക്കുന്നത്. ഇത്തരത്തിലൊരു അത്യാഗ്രഹവും അമേരിക്കയെ യുദ്ധം ചെയ്യാൻ പ്രേരിപ്പിക്കുന്നുണ്ട്. എന്നാൽ മറുവശത്ത് ഇറാൻ യുദ്ധം ചെയ്യുന്നത് അവരുടെ നിലനിൽപ്പിനു വേണ്ടിയാണ്. അമേരിക്കയും ഇസ്രായേലും ഇറാനെ ഭയപ്പെടുന്നു എന്നുള്ള ഒരു യാഥാർത്ഥ്യം നിലനിൽക്കുമ്പോൾ തന്നെ ഒരിക്കലും അവരുടെ ആ ഭയത്തിനനുസരിച്ച് അവരെ അങ്ങോട്ട് കയറി ആക്രമിക്കാൻ ഇറാൻ ഒരു സമയത്തും തയ്യാറായിട്ടില്ല. അതേസമയം രാജ്യ താല്പര്യങ്ങൾ മുൻനിർത്തി ശത്രുക്കളെ കൈകാര്യം ചെയ്യുന്ന കാര്യത്തിൽ അവർ വീഴ്ച വരുത്തിയിട്ടില്ല. അവരുടെ ആത്മവിശ്വാസം അത് വാനോളമാണ്. എത്ര വലിയ ശത്രുവാണെങ്കിലും അവർക്കെതിരെ ശക്തമായി നെഞ്ചു വിരിച്ചു നിൽക്കുക, അതാണ് അവരുടെ ഒരു രീതി. ആ രീതിക്കനുസരിച്ച് അവർ മുന്നോട്ട് പോകുന്നു. ഒരിക്കലും രാജ്യ താല്പര്യം ആർക്കെങ്കിലും മുന്നിൽ അടിയറവ് വെക്കാൻ അവർ തയ്യാറല്ല. ഈ യുദ്ധവുമായി ബന്ധപ്പെട്ട് നമുക്ക് കാണാൻ കഴിയുന്ന കാര്യങ്ങൾ ഇതൊക്കെയാണ്. എന്തായാലും വലിയ ശക്തിയാണ് എന്ന് അവകാശപ്പെടുന്ന അമേരിക്ക ഇറാനെ ഇങ്ങോട്ട് ആക്രമിക്കുമ്പോൾ തിരിച്ചവർ നടത്തുന്ന പ്രത്യാക്രമണങ്ങൾ അത് അമേരിക്കക്ക് താങ്ങാൻ കഴിയുന്നതിലും അപ്പുറമാണ്. ജോർദാനിലേക്ക് അമേരിക്കൻ സേനാ താവളങ്ങൾ ലക്ഷ്യം വെച്ചുകൊണ്ട് ഇറാൻ വിക്ഷേപിച്ച മിസൈലുകളൊക്കെ ഇന്നലെ വരെ തകർത്തു എന്നാണ് ജോർദാൻ ഗവൺമെന്റ് വ്യക്തമാക്കിയിരുന്നത്. എന്നാൽ ഇപ്പോൾ പുറത്തു വരുന്ന വിവരം അങ്ങേയറ്റം ഗുരുതരമാണ്. വലിയ തിരിച്ചടി അമേരിക്കക്ക് കിട്ടിയിട്ടുണ്ട് എന്നുള്ള വാർത്തകളാണ് പുറത്തു വരുന്നത്. ഈ യുദ്ധം തുടങ്ങുന്ന സമയത്ത് തന്നെ ഇറാൻ ഒരു കാര്യം വ്യക്തമാക്കിയിരുന്നു: ഞങ്ങളുടെ സഹോദര രാജ്യങ്ങളെ ഒരിക്കലും ഞങ്ങൾ ആക്രമിക്കില്ല. അതേസമയം അവിടുത്തെ അമേരിക്കൻ ബേസുകളെ ഞങ്ങൾ തകർത്ത് തരിപ്പണമാക്കും എന്നവർ പറഞ്ഞിരുന്നു. ഈ ബേസുകളെ ലക്ഷ്യം വെച്ചുകൊണ്ടാണ് ഇറാന്റെ മിസൈലുകൾ എത്തുന്നത്. നിരവധി അമേരിക്കൻ സൈനികർക്ക് ജോർദാനിൽ പരിക്കേറ്റു, 2 പേർ മരിച്ചു. ഒരാളെ ഇറാൻ തട്ടിക്കൊണ്ടുപോയി എന്നുള്ളത് ഇപ്പോൾ അമേരിക്കയെ വല്ലാതെ ഭയപ്പെടുത്തുന്നുണ്ട്. ഈ തട്ടിക്കൊണ്ടുപോയ സൈനികനെ വെച്ച് ഇറാൻ വിലപേശുമോ എന്നുള്ളതാണ് അമേരിക്കയുടെ ഭയം. നേരത്തെ അമേരിക്കൻ പൈലറ്റുമാരെ ഇവിടെ തട്ടിക്കൊണ്ടുപോകും ഇറാൻ എന്നുള്ള ഒരു ഭീതിയുമായി ബന്ധപ്പെട്ട് അമേരിക്ക നടത്തിയ ഒരു നീക്കമുണ്ട്. ആ നീക്കം അവർക്ക് ശ്വാസം പോകാത്ത മണിക്കൂറുകളായിരുന്നു, ശ്വാസം വിടാൻ കഴിയാത്ത മണിക്കൂറുകളായിരുന്നു ആ നീക്കവുമായി ബന്ധപ്പെട്ട് ഇവിടെ നമുക്കൊക്കെ കാണാൻ കഴിഞ്ഞത്. കുവൈത്തിലും അമേരിക്കക്ക് വലിയ നഷ്ടമുണ്ടായിട്ടുണ്ട്. കുവൈത്തിൽ നിരവധി അമേരിക്കൻ സൈനികർക്ക് പരിക്കേൽക്കുകയും 6ഓളം അമേരിക്കൻ സൈനികർ കൊല്ലപ്പെട്ടു എന്ന വാർത്ത 3-4 ദിവസങ്ങൾക്ക് മുമ്പാണ് ഇവിടെ നമ്മളൊക്കെ കണ്ടത്. അതുപോലെ തന്നെ ഹോർമൂസിൽ അമേരിക്കൻ കാവല് അത് വകവെക്കാതെ നിരവധി കപ്പലുകളാണ് ഇറാൻ തകർത്ത് കളഞ്ഞത്. 2 ദിവസം മുമ്പ് ഇവിടെ ഇറാന്റെ മൈനുകളുടെ പ്രഹരശേഷി എന്താണ് എന്നും അമേരിക്ക തിരിച്ചറിഞ്ഞു. അമേരിക്ക നോക്കി നിൽക്കുമ്പോൾ 2 എണ്ണ ടാങ്കറുകൾ പൊട്ടിത്തെറിക്കുന്ന ഒരു സാഹചര്യവും ഉണ്ടായി. എന്തായാലും ഈ യുദ്ധവുമായി ബന്ധപ്പെട്ട് ഇറാനെ സംബന്ധിച്ചിടത്തോളം വലിയ നീക്കങ്ങൾ അവർക്ക് വരും ദിവസങ്ങളിൽ നടത്താൻ കഴിയും. അവർ ഇപ്പോൾ ഏറെക്കുറെ വിജയിച്ചു നിൽക്കുന്നു എന്ന് നമുക്ക് പറയാൻ കഴിയും. കാരണം ഈ ഇസ്രായേലിനൊരു കവചമായി നിന്നിരുന്നത് അമേരിക്കയുടെ പ്രതിരോധ സംവിധാനങ്ങളാണ്. ഇവിടെ അമേരിക്കൻ പ്രതിരോധ സംവിധാനങ്ങൾ വലിയ പങ്ക് വഹിച്ചിട്ടുണ്ട്. ഇസ്രായേലിനകത്ത് ഇവിടെ അയൺ ഡോമും അതുപോലെ തന്നെ മറ്റ് പ്രതിരോധ സംവിധാനങ്ങളൊക്കെ ഉണ്ടെങ്കിൽ പോലും ഇറാന്റെ ആക്രമണങ്ങളെ പ്രതിരോധിച്ചിരുന്നത് ഈ മിഡിൽ ഈസ്റ്റിൽ മൊത്തത്തിലുള്ള അമേരിക്കൻ പ്രതിരോധ സംവിധാനങ്ങൾ തന്നെയാണ്. പ്രത്യേകിച്ച് ജോർദാനിലുള്ള അമേരിക്ക സ്ഥാപിച്ചിട്ടുള്ള അവരുടെ എയർ ഡിഫൻസ് സിസ്റ്റമാണ് ഇസ്രായേലിനെ എപ്പോഴും
ഇവിടെ കണ്ണിലെ കൃഷ്ണമണി പോലെയൊക്കെ കാത്തു സൂക്ഷിച്ചിരുന്നത്. ഈ സംവിധാനങ്ങൾക്കാണ് ഇപ്പോൾ വലിയ കേടുപാടുകൾ സംഭവിച്ചിരിക്കുന്നത്. നേരത്തെ ഇസ്രായേൽ ഇറാനെ ഇങ്ങോട്ട് ചൊറിയുന്ന രീതിയിലുള്ള പല പ്രതികരണങ്ങളും ഇസ്രായേലിന്റെ ഭാഗത്തു നിന്ന് നമുക്ക് കാണാൻ കഴിഞ്ഞിരുന്നു. പ്രത്യേകിച്ച് ഇസ്രായേൽ കാറ്റ്സ് ഒക്കെ ഇറാനെ വേണ്ടി വന്നാൽ ഞങ്ങൾ ആക്രമിക്കും എന്നൊക്കെ ഒരാഴ്ച മുമ്പ് പറഞ്ഞിരുന്നു. പക്ഷേ ഇപ്പോൾ അവർ പറയാൻ തയ്യാറാകുന്നില്ല. ഇവിടെ അമേരിക്കയുടെ വിമാനങ്ങൾ, അതുപോലെ തന്നെ ഇന്ധനം നിറക്കാൻ കഴിയുന്ന വിമാനങ്ങളൊക്കെ ബെൻഗുറിയോൺ എയർപോർട്ടിൽ നിന്ന് എടുത്തു കൊണ്ടുപോകണം എന്നുള്ള ഒരു ആവശ്യമാണ് കഴിഞ്ഞ ദിവസം ഇസ്രായേലിന്റെ ഭാഗത്ത് നിന്നുണ്ടായത്. അതായത് ഇപ്പോൾ ഇറാൻ ഇസ്രായേലിലേക്ക് ഒരു അടി അടിച്ചാൽ ഇസ്രായേലിന്റെ പൊടി പോലും കിട്ടൂല എന്നുള്ളതാണ് അവസ്ഥ. അതായത് ജോർദാനിലെയും അതുപോലെ തന്നെ മിഡിൽ ഈസ്റ്റിലെ ഈ അമേരിക്കയുടെ പ്രതിരോധ സംവിധാനങ്ങൾ, കുവൈത്തിലെയൊക്കെ പ്രതിരോധ സംവിധാനങ്ങൾ മൊത്തത്തിൽ താറുമാറായത് ഇസ്രായേലിനെ വല്ലാതെ ഭയപ്പെടുത്തിയിട്ടുണ്ട് എന്നുള്ളതാണ്. ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഇസ്രായേൽ ഇറാനെ പ്രകോപിപ്പിക്കും വിധമുള്ള ഒരു വാക്ക് പോലും അവർ പറയാൻ തയ്യാറാകുന്നില്ല എന്നുള്ളത് ശ്രദ്ധേയമാണ്. ഇവിടെയാണ് ഇറാന്റെ വിജയം നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്.